അതായത് ജോസ് ടി വർഗീസ് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു വ്യക്തി നമ്മുടെ ഇടയിൽ കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ ഇടവകയിലെ മെമ്പറായിരിക്കുന്ന അനീഷ് ജൂനയുടെ പിതാവാകുന്നു. അദ്ദേഹം ഇപ്പോൾ കുവൈറ്റ് അഹമ്മദി മാർത്തോമ പാരിഷിലെ മെമ്പറാണ്. നാട്ടിൽ ലാലൻ മാരാണ് ഇടവകാരനാണ്. അദ്ദേഹം ദൈവത്തിന്റെ കൃപ അനവരതങ്ങളായി അനുഭവിച്ച ഒരു വ്യക്തിയാണ്. ജീവിതത്തിലെ വലിയൊരു സാക്ഷ്യത്തിനൊരു ഉടമയാണ്. അദ്ദേഹത്തിന്റെ സാക്ഷ്യം കേട്ടപ്പോൾ അതിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കിയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇന്ന് രാത്രി ഞങ്ങളുടെ വാച്ച് നൈറ്റ് സർവീസിൽ കുറച്ച് സാക്ഷ്യം പങ്കുവയ്ക്കാൻ ഒരു മെസ്സേജ് പോലെ. അദ്ദേഹം അതിന് സമ്മതിച്ചിട്ടുണ്ട്. He's here with us. This time may call upon Lalan from Araran to come forward. നമ്മളോട് ദൈവം സംസാരിക്കുന്നതാണ്. അതിനുശേഷം എല്ലാവർക്കും സാക്ഷ്യം പറയാനുള്ള അവസരം ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ 2015 അവസാന മണിക്കൂറുകളിൽ സാൻ ഫ്രാൻസിസ്കോ മാർത്തോമാ ചർച്ചിലെ പ്രിയപ്പെട്ടവരോടൊത്ത് ആയിരിക്കാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം സഹായിച്ചതിൽ ദൈവത്തിന് ആദ്യം സ്തോത്രങ്ങളും സ്തുതികളും കരയറ്റുന്നു. അതോടൊപ്പം തന്നെ എനിക്കിങ്ങനെ ഒരു അവസരം നൽകി തന്ന ബിജു സേവൻ അച്ഛനോടുള്ള നന്ദിയും കടപ്പാടും അതുപോലെ ഇടവക ചുമതലക്കാരോടുള്ള സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. അച്ഛൻ എനിക്ക് തന്നിരിക്കുന്നത് 15 മിനിറ്റാണ്. ഇതിനോടകം വചനത്തിൽ നിന്ന് അല്പം ചിന്തിച്ചിട്ട് എൻ്റെ സാക്ഷ്യം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളാം. അതുകൊണ്ട് ഞാൻ അല്പം സ്പീഡിൽ കടന്നു പോവുകയാണ്. ഇന്നത്തെ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള വാക്യം. സെയിന്റ് മാർക്ക് chapter 4 verses 35 to 41. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാം എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടവിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റ് ചെറു പടവുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് ഒന്നുമാറായി. അവൻ അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുകയായി. അവർ അവനെ ഉണർത്തി, ഗുരോ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്, നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ അവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, ഈ 2015 അവസാന മണിക്കൂറിൽ കർത്താവെ നിന്നെ നോക്കി വിളിപ്പാൻ തക്കവണ്ണം ഇടവകയായി ഇവിടെ കൂടി വരുവാൻ, ഈ ദേവാലയത്തിൽ കൂടി വരുവാൻ, നിന്നെ സ്തുതിപ്പാൻ ഞങ്ങൾക്ക് നൽകുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, ഇന്ന് ഞങ്ങൾ കേൾക്കുന്ന വചനം കർത്താവെ നിന്റെ വചനമായിരിക്കാൻ തക്കവണ്ണം, നീ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വിളമ്പുവാൻ തക്കവണ്ണം എൻ്റെ നാവിനോട് കൂടി ഇരിക്കണമേ. ഇവിടെ ഇരിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. നമുക്കെല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു സംഭവമാണിത്. ഇത് നടക്കുന്നത് ഗലീല കടലിലാണ്. ഗലീല കടൽ എന്ന് പറയുന്നത് ഏതാണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് 600-650 അടി താഴ്ചയിലുള്ള ഒരു ചെറിയ തടാകമാണ്. അന്ന് സന്ധ്യയായപ്പോൾ എന്ന് പറയുമ്പോൾ ഇതിന്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. 4-ാം അധ്യായം ആദ്യത്തെ വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, അവൻ പിന്നെയും കടൽക്കര വെച്ച് ഉപദേശിപ്പാൻ തുടങ്ങി. അവിടെ വെച്ചാണ് അവിടെ വിതയ്ക്കുന്നവന്റെ ഉപമ ശിഷ്യന്മാരോട് പറയുന്നു. അതിനുശേഷം
നടക്കുന്ന അതിനുശേഷം യേശു ക്രിസ്തു വളരെയധികം ക്ഷീണിതനായി സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാം എന്ന് കൂടെയുള്ള ശിഷ്യന്മാരോട് പറഞ്ഞു. അവരുടെ കൂടെ പടകിൽ കയറി. അങ്ങനെ പടകിൽ കയറി മുമ്പോട്ട് പോകുമ്പോഴാണ് ശക്തമായ കൊടുങ്കാറ്റ്. ആ സമയത്ത് യേശു പടകിലുണ്ട്. യേശു പടകിലുള്ള സമയത്താണ് കൊടുങ്കാറ്റടിക്കുന്നത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് യാതൊരു പ്രതിസന്ധികളും ഉണ്ടാകില്ല എന്ന്. എന്നാൽ യേശു നമ്മുടെ ബോട്ടിലുള്ളപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. യേശു പടകിൽ ആ സമയത്ത് തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു. ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദൈവമക്കൾക്ക് ഉണ്ടാകുമെന്നുള്ളത് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം ഇയ്യോബിന്റെ ചരിത്രം. ഇയ്യോബ് ഏറ്റവും നല്ല ഒരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ദൈവം തമ്പുരാൻ കൊടുത്ത വ്യക്തിയായി. ഇയ്യോബിന്റെ പുസ്തകം ഒന്നാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരും ഇല്ലല്ലോ എന്ന് അരുളി ചെയ്തു. ഇത് ദൈവം കൊടുത്ത സർട്ടിഫിക്കറ്റാണ്. എന്നിട്ടും ഇയ്യോബിനുണ്ടായ കഷ്ടതകളും പ്രയാസങ്ങളും നമുക്കറിയാം. അതായത്, in spite of having the best contact certificate signed by the Lord our God, Job had to face the most serious problems in his life. അതുപോലെ തന്നെ ദാവീദിന്റെ ചരിത്രം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, in spite of being anointed as a king and chosen by God, he had to run for his life. ശൗലിൽ നിന്ന് രക്ഷപ്പെടുവാനായി ഗുഹകളിൽ കഴിഞ്ഞ ദാവീദിനെ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. 142-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് ദാവീദിന്റെ ഗുഹയിൽ ഇരുന്ന് എഴുതിയ സങ്കീർത്തനമാണെന്നാണ് ബൈബിളിൽ പറയുന്നത്. അതിൽ 142-ാം സങ്കീർത്തനം 1-ാം വാക്യം ഇപ്രകാരം പറയുന്നു, ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു, ഞാൻ ഉച്ചത്തിൽ യഹോവയോട് യാചിക്കുന്നു. 6-ാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ നിലവിളിക്ക് ചെവി തരണമേ, എന്നെ ഉപദ്രവിക്കുന്നവർ എന്നിലും ബലവാന്മാരാകിയാൽ അവരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. 7-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ പ്രാണനെ കാരാഗൃഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. അങ്ങനെ കാരാഗൃഹത്തിൽ നിന്ന് എഴുതിയ സങ്കീർത്തനമാണ് 142-ാം സങ്കീർത്തനം. ഞാൻ പറയുവാൻ ശ്രമിക്കുന്നത്, ദൈവം നമ്മോട് കൂടെയുള്ളപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാകാം. ദൈവമക്കൾക്ക് കഷ്ടതയുടെയും പ്രയാസത്തിന്റെയും നടുവിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം. എന്നാൽ 38-ാം വാക്യം പറയുന്നു, ഈ പടകില് ചുഴലിക്കാറ്റ് ഉണ്ടായി, പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. ഈ ഇന്റൻസിറ്റി ഓഫ് ദി സ്റ്റോം, വലിയ ചുഴലിക്കാറ്റ്, പടകിൽ തിര തള്ളിക്കയറിയത് കൊണ്ട് അത് മുങ്ങുമാറായി. അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പറയുന്നത്, എ ഫ്യൂരിയസ് സ്ക്വാൾ came up and the waves broke over the boat so that it was nearly swamped. ഇത്രയും സംഭവങ്ങൾ നടക്കുമ്പോൾ, ചുഴലിക്കാറ്റ് അടിക്കുമ്പോൾ, പടകിലേക്ക് വെള്ളം തള്ളിക്കയറുമ്പോഴും യേശു ക്രിസ്തു തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു. നമുക്കതൊരു വിരോധാഭാസമായി തോന്നിയത്. പിന്നെ എപ്പോഴാണ് യേശു ക്രിസ്തു ഉണർന്നത്? ശിഷ്യന്മാർ ചെന്ന് അവനെ വിളിച്ചു. അവർ അവനെ ഉണർത്തി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭീകരമായ ചുഴലിക്കാറ്റ് അടിക്കുന്നു, വെള്ളം പടകിലേക്ക് കയറും, എന്നിട്ടും യേശുക്രിസ്തു ഉറങ്ങുകയായിരുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. എന്നാൽ ശിഷ്യന്മാരുടെ ശബ്ദം കേട്ടപ്പോൾ യേശുക്രിസ്തു ഉണർന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കൊടുങ്കാറ്റിന്റെ ശബ്ദവും മുങ്ങുവാൻ തുടങ്ങുന്ന
ആ പടകിലേക്ക് തള്ളിക്കയറിയ വെള്ളവും യേശുക്രിസ്തുവിനെ ഉണർത്തി ഇല്ല എങ്കിലും ശിഷ്യന്മാരുടെ ആ ശബ്ദം കേട്ടപ്പോൾ യേശുക്രിസ്തു ഉണർത്തി. ഏതെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും നമ്മുടെ നിലവിളിക്ക് ചെവി തരുന്ന ഒരു യേശുക്രിസ്തു, ഒരു ദൈവം നമുക്കായി ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രതിസന്ധികൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നിലവിളിക്ക് ചെവി തരുന്ന ഒരു ദൈവം നമുക്കായി ജീവിക്കുന്നു. അതിൻ്റെ പല ഉദാഹരണങ്ങൾ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ദാനിയേലിന്റെ പുസ്തകത്തിൽ തന്നെ 2 ഉദാഹരണങ്ങളുണ്ട്. ചന്ദ്രൻ, മേശക്, അബേദ്നെഗോ, അവരുടെ ചരിത്രം നമുക്കറിയാവുന്നതാണ്. സ്വർണ്ണബിംബത്തെ നമസ്കരിക്കാതിരുന്നതിനാൽ അവരെ തീച്ചൂളയിലേക്ക് ഇടുന്നു. തീച്ചൂള സാധാരണ ടെമ്പറേച്ചറിൽ നിന്ന് 7 മടങ്ങ് ചൂടാക്കിയിട്ടാണ് ഇട്ടത്. എന്നാൽ അവരെ എടുത്തുകൊണ്ടുപോയ ആൾക്കാർ ആ ചൂട് കൊണ്ട് വെന്ത് മരിക്കുന്നു. അഗ്നിജാല അവരെ ദഹിപ്പിക്കുന്നില്ല. നെബൂഖദ്നേസർ നോക്കിയപ്പോൾ 4ാമത് ഒരാളിനെ കാണുന്നു. നെബൂഖദ്നേസർ പറയുന്നു, ആ 4ാമത് ഒരാളിനെ കണ്ടിട്ട് അവനെ കണ്ടിട്ട് അവൻ ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു. ദാനിയേൽ 3-ാം അധ്യായം 25-ാം വാക്യത്തിൽ പറയുന്നു, അവൻ ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു. അപ്പോൾ ആ പ്രതിസന്ധി ഘട്ടത്തിൽ ദൈവപുത്രൻ അവിടെ ഇറങ്ങിച്ചെന്ന് അവരെ സഹായിച്ചു. അങ്ങനെ പ്രതിസന്ധിയിൽ അവരെ സഹായിച്ചു. അതുപോലെ തന്നെ ദാരിയാവേശ് രാജാവ് ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടപ്പോഴും ഇത് തന്നെയാണ് നടന്നത്. സിംഹങ്ങളുടെ വായ അടയ്ക്കുവാൻ തക്കവണ്ണം ദൈവദൂതനെ അവിടെ ഒരുക്കി. അത് സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായ അടച്ചു കളഞ്ഞു എന്ന് പറയുന്നു. 2015 അവസാന മണിക്കൂറുകളിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. നമ്മൾ രാവിലെ പ്രഭാതത്തിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി സന്ധ്യയ്ക്ക് അല്ലെങ്കിൽ വൈകിട്ട് വീട്ടിൽ തിരിച്ചു വരുന്നത് ദൈവത്തിൻ്റെ വലിയ കൃപയാണ്, ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ്. അല്ലെങ്കിൽ നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന് രാവിലെ എഴുന്നേൽക്കുക നമുക്ക് സാധിക്കുന്നത് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ്, അവൻ്റെ കരുതലും കൃപയുമാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 39-ാം വാക്യത്തിൽ പറയുന്നു, അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തതയുണ്ടായി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, we are worshiping powerful Lord who created the universe. കാറ്റിനെയും കടലിനെയും അമർത്തുവാൻ, അടങ്ങുവാൻ, കൽപ്പിക്കുവാൻ കഴിവുള്ള ശക്തനായ ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത്. 89-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിൽ പറയുന്നു, നീ സമുദ്രത്തിന്റെ ഗർവത്തെ അടക്കി വാഴുന്നു, അതിലെ തിരകൾ പൊങ്ങുമ്പോൾ നീ അവയെ അമർത്തുന്നു. 107-ാം സങ്കീർത്തനം 29 മുതൽ 30 വരെ, അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, തിരമാലകൾ അടങ്ങി, ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു, അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. നമ്മൾ ആഗ്രഹിക്കുന്ന തുറമുഖത്ത് നമ്മളെ എത്തിക്കാൻ കഴിവുള്ളവനായ ദൈവം, കാറ്റിനെയും കടലിനെയും അല്ല, ഈ ഭൂഗോളം മുഴുവനും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നുണ്ട്. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അവസാനമായി യേശുക്രിസ്തു അവരോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ പീരിക്കളാകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് ചോദിക്കുന്നു. അന്ന് രാവിലെയാണ് ഈ വിത്ത് വിതച്ച ആ ഉപമ അവരോട് സംസാരിച്ചു. ആ സംസാരിച്ചതിന് ശേഷം അവർക്കത് മനസ്സിലാകാനിട്ട് വീണ്ടും അവരത് യേശുക്രിസ്തുവിനോട് ചോദിച്ചു. യേശുക്രിസ്തു അത് വിവരിച്ചു കൊടുത്തു.